നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീൻ ഗോൾ കീപ്പർ എസ്റ്റാബൻ അൻഡ്രാഡ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടല്ലോ. അത് സ്പെയിനിലെ സെഗുണ്ട ഡിവിഷനിലാണ്, ലാലിഗയുടെ ലോവർ ഡിവിഷനിലാണ്. ഹ്യൂസ്ക വേഴ്സസ് സരഗോസ മത്സരത്തിൽ ഏതൊരു ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ മുഖത്തടിക്കുന്ന റെഡ് കാർഡ് കിട്ടിയിട്ട് വാവ്, മാസ് അർജന്റീൻ ഗോൾ കീപ്പർ എസ്റ്റാബൻ അൻഡ്രാഡ. പക്ഷേ അൻഡ്രാഡ പിന്നെ മാപ്പൊക്കെ പറഞ്ഞു. അൻഡ്രാഡ അർജന്റീനയ്ക്ക് വേണ്ടി 4 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആളാണ്. സ്കലോനിയുടെ കോളപ്പിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പേരായിരുന്നു. ദിബു മാർട്ടിൻസ് ഉള്ളത് കൊണ്ട് അധികം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും പരിഗണിക്കുന്നുമില്ല. അതേസമയം മറ്റൊരാളുണ്ടല്ലോ, ബ്രസീലിൻ്റെ എഡേഴ്സനും ഇന്നലെ കിട്ടി റെഡ് കാർഡ്. അത് പക്ഷേ എതിരാളിയെ പോയി തല്ലിയിട്ടൊന്നുമല്ല, റഫറിയോട് ആർഗ്യുമെൻറ്റ്സ് നടത്തി. നേരത്തെ റഫറിയോട് വലിയ രൂപത്തിൽ ആർഗ്യുമെൻറ്റ്സ് നടത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പെനാൽറ്റിയുടെ സമയത്താണ് അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത്. പെനാൽറ്റിയുടെ സമയത്ത് പെനാൽറ്റി എടുക്കാൻ വേണ്ടി എതിർ ടീമിന് താരം തയ്യാറാവുന്നു. എഡേഴ്സൺ റഫറിയോട് തർക്കിച്ച് നിൽക്കുന്നു. അങ്ങ് ഗോൾ ലൈനിലേക്ക് പോകാൻ എഡേഴ്സൺ ഒന്ന് സമയമെടുക്കുന്നുണ്ട്. തർക്കവും അങ്ങനെ നിൽക്കുകയാണ്. അത് റഫറിക്ക് പിടിച്ചില്ല. റഫറി രണ്ടാമത്തെ യെല്ലോ കാർഡ് എടുത്തങ്ങ് വീശി റെഡ് കാർഡ്. അങ്ങനെ എഡേഴ്സൺ പുറത്തേക്ക്. ഇവിടെ ഡെർബി മത്സരമാണ്. ഗാലറ്റസറായ് വേഴ്സസ് ഡെർബി മത്സരത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഗാലറ്റസറായ് വേഴ്സസ് ഫെനർബാഷെ ഡെർബി മത്സരത്തിൽ ഫെനർബാഷയുടെ ഗോൾ കീപ്പറാണ് എഡേഴ്സൺ. ഗാലറ്റസറായ്ക്ക് വേണ്ടി വിക്ടർ ഒസിംഹനും ഇൽമാസും തൊടിയുടെയും ഗോളുകൾ കണ്ടെത്തി. 67-ാമത്തെ മിനിറ്റിൽ ഇൽമാസിൻ്റെ പെനാൽറ്റി ഗോൾ. അതിന് മുമ്പാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ റെഡ് കാർഡ് കിട്ടി പോകുന്ന പോക്കിൽ എഡേഴ്സനും മാസ് കാണിച്ചു. എന്താണത്? അത് അവിടെ നിൽക്കുന്ന വാറ് ബൂത്തിന് ഒരൊറ്റ ഇടി. അങ്ങനെ ദേഷ്യമൊക്കെ കാണിച്ചിട്ടാണ് അയാൾ കടന്നു പോകുന്നത്. ഏതായാലും ആ റെഡ് കാർഡ് ആവശ്യമായിരുന്നോ അനാവശ്യമായിരുന്നോ എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും എഡേഴ്സനെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഗോൾ കീപ്പർ ഒരിക്കലും അത്തരം ഘട്ടത്തിൽ അനാവശ്യമായ തർക്കങ്ങളിലേക്ക് പോകരുതായിരുന്നു. ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുള്ളതായിരുന്നു എന്ന കാര്യം കൂടി നോക്കണം. എന്തായാലും എഡേഴ്സൺ കളിക്ക് ശേഷം ഈ വിഷയത്തിൽ ആരാധകരോട് മാപ്പ് പറഞ്ഞു. ടീമിനെ വീക്കാക്കിയതിൽ താൻ ഒരു കാരണക്കാരനായിരുന്നു. പക്ഷേ റഫറിയോട് ഉണ്ടാക്കിയ തർക്കത്തിൽ അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപവുമില്ല. റഫറിങ്ങിനെതിരെ തീർച്ചയായിട്ടും തങ്ങൾക്കെതിരെ സംഭവിച്ച അനീതിക്കെതിരെ താൻ നിലപാടെടുത്തത് തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എഡേഴ്സൻ്റെ മാപ്പ് ഇങ്ങനെയാണ്: ഞാൻ ഫാൻസിനോട്, എൻ്റെ ടീംമേറ്റ്സിനോടൊക്കെ ഡെർബി മത്സരത്തിൽ സംഭവിച്ച കാര്യത്തിൽ മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും റെഡ് കാർഡ് ഡിസിഷൻ അത് ഒരിക്കലും ശരിയല്ല. അത് ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ റഫറിക്കെതിരെയും റഫറീസ് മാനേജ്മെൻറ്റിനെതിരെയൊക്കെയുള്ള ക്രിറ്റിസിസങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ ഒരു ഇൻജസ്റ്റിസിന് വിധേയരായി എന്ന് തന്നെയാണ്. ഞാൻ ഗ്രൗണ്ട് വിട്ടു പോകുമ്പോൾ പെട്ടെന്നൊരു മൂവിൽ വാർ റൂമിനെതിരെ എൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചു. അത് ഞാൻ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഐ അപ്പോളജൈസ് വൺസ് അഗെയിൻ ടു ദി എൻ്റയർ ഫെനർബാഷെ ഫാമിലി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഗോൾ കീപ്പർമാർക്ക് കലിയിളക്കിയ ഒരു ദിവസം, അതും ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയും ഗോൾ കീപ്പർമാർക്ക്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.